ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഹയൊക്കെ എന്തിയാച്ചോ എന്ന് ചോദിക്കാൻ വരട്ടെ. ഞാൻ മുഴുവൻ കാര്യം പറയാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ഷോപ്പിംഗ് മോള്, അതിനുള്ളൊരു തിയേറ്ററുണ്ട്. വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം 12 എന്നൊരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല സിനിമയാണെന്ന് ഒരുപാട് അഭിപ്രായം വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ സിനിമ തിയേറ്ററുകളിൽ നിന്നൊക്കെ ഫെയ്ഡ് ഔട്ട് ആയിപ്പോയി, മാഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾ പ്രത്യേക റിക്വസ്റ്റ് വെച്ചു, ഞങ്ങൾക്കൊരു ഷോ തരണം എന്ന് പറഞ്ഞ് പ്രത്യേക റിക്വസ്റ്റിൽ ഇവിടെ തിരുവല്ല അടുത്ത് കടപ്ര, നിരണം, മാന്നാറൊക്കെ അടുത്ത് കടപ്രയിലുള്ള ആശീർവാദ് തിയേറ്റേഴ്സിൻ്റെ ഒരു മൾട്ടിപ്ലെക്സിൽ ഒരു തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കാണാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ആരാച്ചായി കൂടെ ഉള്ളത് എന്ന് ചോദ്യം വരും അല്ലേ? കൂടെ ഉള്ളത് എൻ്റെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ വികാരിയായിരിക്കുന്ന തകഴി തെന്നടി സെയിൻറ്റ് റീത്ത ഇടവകയിൽ നിന്ന് ഞങ്ങളൊരു സംഘം 150 വരുന്നൊരു സംഘം ഇന്ന് ഈ 12 സിനിമ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാകുക. സിനിമയുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാഴ്ചയുടെ ഭാഗമായിട്ട് തന്നെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാം.
ഞങ്ങളങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 140ഓളം പേരാണ് ഈ സിനിമയിൽ പങ്കെടുത്തത്. അപ്പം ഒരുമിച്ച് ഞങ്ങൾ കുട്ടികളും അധ്യാപകരും സിസ്റ്റേഴ്സും ഒക്കെ ഒരുമിച്ച് കണ്ട ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരായിട്ട് പറയുന്നതായിരിക്കും. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈശോയെ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ക്ലാസ് റൂമിലും ബൈബിളിലും ഒക്കെ ഈശോയെ കണ്ടിട്ടുള്ളായിരുന്നു. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കറിയാവുന്നതിൽ വെച്ച് ഈശോയെ അടുത്തറിയാൻ, അതായത് ഇക്കാലത്ത് തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് ഒരുക്കി തന്ന ഏറ്റവും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം ഒരു പുതിയ ഈശോ അനുഭവം കിട്ടി എന്നാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈശോ അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. നല്ല പടമായിരുന്നു. മസ്റ്റ് വാച്ച് പടമായിട്ട് തോന്നുന്നു. അടുത്തത് ഇവിടെ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഈ ജനറേഷനിലും ഈശോയുടെ പ്രസക്തി കാണിക്കുന്ന നല്ലൊരു ഫിലിമാണ്. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഈ ജനറേഷനിലും എല്ലാവരും ഈ സിനിമ കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് അഭിപ്രായം വന്നിരിക്കുന്നു. ഇവിടെ ആരാ പറയുന്നത്? അടിപൊളി സിനിമയായിരുന്നു. സുവിശേഷ സംഭവങ്ങൾ മനസ്സിൽ പതിയുന്ന വിധത്തിൽ, മനസ്സിൽ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മനസ്സിലായിട്ടുണ്ട്. സുവിശേഷ സംഭവങ്ങൾ, നമ്മൾ ബൈബിളിൽ വായിച്ചു പോയ സുവിശേഷ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. ഇവിടെ ആരാ അഭിപ്രായം പറയുന്നത്? ലാസറിന്റെ ഉയർപ്പ് നല്ല വ്യക്തമായി അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉയർപ്പിക്കുന്ന ലാസർ അന്തർയോസിനടക്കം പറയുന്നത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് സുവിശേഷത്തിൽ നമ്മൾ കണ്ട ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങളെ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ ഈ സിനിമയുടെ വിജയം വന്നിരിക്കുന്നത്. ഇവിടെ സിസ്റ്റേഴ്സ്, വളരെ നല്ലൊരു സിനിമ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമ ജീവിതത്തോട് കണക്ട് ചെയ്യാനായിട്ട് വളരെയധികം അനുയോജ്യമായൊരു സിനിമയായിരുന്നു. തിന്മയ്ക്കെതിരെ എന്നും നന്മ വിജയിക്കും, നന്മയ്ക്ക് അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു എനർജി കിട്ടുന്ന ഒരു മൂവിയായിരുന്നു. വളരെ സന്തോഷം. നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന ഒരു മൂവിയാണെന്നാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ഒക്കെ അഭിപ്രായത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ വീണ്ടും കുട്ടികൾ നിൽപ്പുണ്ട്. പറയാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സുവിശേഷത്തിലെ കാര്യങ്ങൾ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ബോറടിക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിലിമായിരുന്നു. എല്ലാവരുടെയും കുട്ടികളുടെ അഭിപ്രായത്തിൽ അടിപൊളി മൂവിയാണെന്ന് പറഞ്ഞു. ഇവിടെ ആരാണ് അഭിപ്രായം പറയുന്നത്? ഈ സിനിമ 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈശോ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെ ഒരു പുതിയ വേർഷനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് 12 എന്ന് പറയുന്ന സിനിമ. ഇത് എല്ലാ കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള ഓരോ കാര്യങ്ങളും ഒരു പുതുമയായി അവതരിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. പുതിയ കാലത്തിന് മനസ്സിലാകുന്ന ആഖ്യാന രീതി, പുതിയ കാലത്തിന്റെ സാഹചര്യങ്ങളെ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഏറെ പ്രിയപ്പെട്ട, എന്തുകൊണ്ടോ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോയ ഒരു സിനിമയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 12 എന്നുള്ള ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയിടത്തോളം ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, ഒന്നാം തരം ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം, അന്ന് ഈശോ എന്താണ് ചെയ്തതെന്ന് ഈ കാലത്ത് ഞങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇന്നാണ് ഈശോ നമുക്കിടയിൽ പിറന്നതെങ്കിൽ എന്തായിരിക്കും ഈശോ ചെയ്യുമായിരുന്നത് എന്നതിന്റെ സൂചനയാണ്, അല്ലെ? അധ്യാപകർ കുറെ പേരുണ്ട്. നമ്മുടെ ഹെഡ് മാസ്റ്റർ സൺഡേ സ്കൂളിന്റെ, അതായത് ഞങ്ങളുടെ തകഴി തെന്നടി സെയിന്റ് റീത്ത സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ തന്നെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അനുഭവം? വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുകയായിരുന്നെങ്കിൽ അത് എങ്ങനെ എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂജൻ വേർഷൻ എന്ന് പറയാം. വളരെ അന്നത്തെ സംഭവങ്ങൾ, അതായത് അന്ത്യത്താഴം, അതുപോലെ തന്നെ ലാസറിന്റെ ഉയർപ്പൊക്കെ ഒരു പുതുമയുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് ഒടുവിലായിട്ട് പറയാനുള്ളത് എന്താ പറയേണ്ടത്? നമ്മുടെ കാലത്ത് ഇരുട്ടു പടരുന്നൊരു കാലത്ത് നമുക്കായി തെളിഞ്ഞ ഒരു ചെറു തിരിവട്ടമായിരുന്നു 12 എന്ന സിനിമ. പക്ഷേ ഒരു കാറ്റ് വീശുകയും ആ കാറ്റിൽ തിരുനാളം ഉലഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സമ്മതിച്ചു കൊടുക്കരുത് ഇത്തരം നല്ല സിനിമകൾ, പ്രത്യേകിച്ച് ഈശോയെ, സുവിശേഷത്തെ പങ്കുവയ്ക്കാൻ ഉദ്ദേശത്തോടെടുത്ത സിനിമ, അത് ഈ ഇളം കാറ്റിൽ, അല്ലെങ്കിൽ ഈ വീശിയടിക്കുന്ന കാറ്റിൽ കെട്ടുപോകാതെ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാണണം, പ്രോത്സാഹിപ്പിക്കണം. എനിവേ, ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഇതിൻ്റെ സംവിധായകൻ ബഹുമാനപ്പെട്ട ലിയോ തദേവു സാറിനോടുമുള്ള ഞങ്ങളുടെ, പ്രത്യേകിച്ച് ഈ കുട്ടനാട്ടിലെ ചെറിയ ഇടവകയാണ് ഞങ്ങൾ, തകഴി തെന്നടി സെയിന്റ് റീത്ത ഇടവക. ആ ഇടവകയിലെ എല്ലാ കുട്ടികളുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൻ്റെ മുഴുവൻ ക്രൂവിനും ഞങ്ങൾ ആത്മാർത്ഥമായി സന്തോഷത്തോടെ അറിയിക്കുകയാണ്. എ ബിഗ് താങ്ക് യു.